വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി വൈവ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈനറി ട്രീ റെപ്രസെൻറ്റേഷൻ ആണ്. അവിടെ സ്റ്റോർഡ് യൂസിങ് അറേ ഓർ ലിങ്ക് ലിസ്റ്റ്, അറേ റെപ്രസെൻറ്റേഷനും ഉണ്ട്, ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനും ഉണ്ട്. ഞാനിവിടെ ഒരു ബൈനറി ട്രീ വരയ്ക്കാം. എ ബി സി. ഇതെങ്ങനെ നമുക്ക് അറേയിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് നമ്മുടെ റൂട്ട് നോഡ് എഴുതുക, എ ബി, പിന്നെ ലെഫ്റ്റ് എഴുതുക, പിന്നെ റൈറ്റ് എഴുതുക. ഇങ്ങനെയാണ് അറേ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. ഇനി ഇതേ ബൈനറി ട്രീയുടെ ലിങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രീ പോലെ തന്നെ നമ്മളിങ്ങനെ നോട്ട്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുമെന്നേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ നോഡ്, അതായത് റൂട്ട് നോഡ് എ ആയിരുന്നു, അത് വരച്ചു. അവിടെ നിന്നും ലെഫ്റ്റ് നോഡായിട്ടുള്ള ബീനെ വരച്ചു. ഇപ്പുറത്തേക്ക് അടുത്ത നോഡായിട്ടുള്ള സീനെ വരച്ചു. ഈ രണ്ട് സൈഡും നമ്മൾ നള്ളാക്കി വയ്ക്കണം. ഇനി ചിൽഡ്രൻ ഒന്നും വരാനില്ല, അതുകൊണ്ട് നമുക്ക് നള്ളാക്കി വയ്ക്കാം. ഇവിടെ അങ്ങനെ തന്നെയാണ്, രണ്ട് സൈഡും നള്ള്. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ബൈനറി ട്രീ റെപ്രസെൻറ്റേഷനിൽ ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യണത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബൈനറി സെർച്ച് ട്രീ എന്താണ്. ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു റൂളുണ്ട്. അതിൽ ലെഫ്റ്റ് നോഡെന്ന് പറയുന്നത് റൂട്ട് നോഡിനേക്കാളും ചെറുതായിരിക്കണം. അതേപോലെ തന്നെ റൂട്ട് നോഡ് എന്ന് പറയുന്നത് റൈറ്റ് നോഡിനേക്കാളും ചെറുതായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ റൂട്ട് നോഡ് ഞാൻ 10 എടുത്തു. ഇതിനേക്കാളും ചെറുതായിരിക്കണം ലെഫ്റ്റ് നോഡ്, അത് 5 എടുത്തു. റൂട്ട് നോഡിനേക്കാളും വലുതായിരിക്കണം റൈറ്റ് നോഡ്, അത് ഞാൻ 20 എടുത്തു. ഇതാണ് ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്നത്, അവിടുത്തെ റൂള്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബൈനറി സെർച്ച് ട്രീ ഓപ്പറേഷൻസ് എന്തൊക്കെയാണുള്ളത്. ഇൻസേർഷനുണ്ട്, ഡിലീഷനുണ്ട്, സെർച്ച് ഉണ്ട്. ഇത്രയാണ് ബൈനറി സെർച്ച് ട്രീയിൽ വരുന്ന ഓപ്പറേഷൻസ്. അത് കഴിഞ്ഞ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എ ഗ്രാഫ്. ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ്. അതൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ വെർട്ടെക്സ് എ വരയ്ക്കുന്നുണ്ട്, ബി സി ഡി. ഇതിനെ കണക്ട് ചെയ്ത് എഡ്ജസും വരയ്ക്കുന്നുണ്ട്. ഇതെന്താണ്? ഒരു ഗ്രാഫാണ്. ഇതിൽ വെർട്ടെക്സ് ആയിട്ടുള്ള എ ബി സി ഡി ഉണ്ട്. എനെയും ബീനെയും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഉണ്ട്, ബീനെയും സീനെയും കണക്ട് ചെയ്യുന്ന വേറൊരു എഡ്ജ് ഉണ്ട്, ഡീനെയും സീനെയും കണക്ട് ചെയ്യുന്ന വേറൊരു എഡ്ജ് ഉണ്ട്, പിന്നെ ഡീനെയും എയിനെയും കണക്ട് ചെയ്യുന്ന നാലാമതൊരു എഡ്ജ് കൂടെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആരോ ഇട്ടതുകൊണ്ട് തന്നെ ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ ആരോ ഉണ്ടാവത്തില്ല, അതാണ് ഡിഫറൻസ്. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ബി എഫ് എസും ഡി എഫ് എസും തമ്മിലുള്ള ഡിഫറൻസ്. ബി എഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്നുള്ളതാണ്. ഡി എഫ് എസ് ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച്. ഈ ബി എഫ് എസ് നമ്മൾ ലെവൽ വൈസ് ആയിട്ടാണ് ട്രാവേഴ്സൽ ചെയ്യുന്നതെങ്കിൽ ഡി എഫ് എസിൽ നമ്മൾ ഡെപ്ത്ത് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇതിവിടെ ഞാൻ ഒരു ട്രീ വരയ്ക്കാം. എ ബി സി ഡി ഇ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് ബി എഫ് എസ് ട്രാവേഴ്സൽ ചെയ്യാം. ബി എഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെവൽ വൈസ് ആണ്. അപ്പോൾ നമുക്ക് ലെവൽ വൈസ് ആയിട്ട് ചെയ്യാം. ലെവൽ വൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം എയിൽ നിന്ന് വരും, അത് കഴിഞ്ഞ് അടുത്തതായിട്ടുള്ള ബിയിലേക്ക് പോകും, പിന്നെ സിയിലേക്ക് പോകും, പിന്നെ ഡിയിലേക്ക് വരും, ഇയിലേക്ക് വരും. ഇങ്ങനെയാണ് നമ്മൾ ബി എഫ് എസ് പെർഫോം ചെയ്യുന്നത്. ബി എഫ് എസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളവിടെ ക്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ ഡി എഫ് എസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളത്. ഡി എഫ് എസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റാക്കാണ്. ഇവിടെ എന്താണ്? ഡെപ്ത്ത് വൈസ് അല്ലേ പോകുന്നത്. ആദ്യം നമ്മൾ എയിൽ നിന്നും ബിയിലേക്ക് വരും, പിന്നെ ഡിയിലേക്ക് പോകും, അവിടെ നിന്ന് ഇയിലേക്ക് വരും, പിന്നെ സിയിലേക്ക് വരത്തുള്ളൂ. ഇതാണ് ബി എഫ് എസും ഡി എഫ് എസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സോർട്ടിങ്. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ചിങ് ഡേറ്റ ഇൻ ഓർഡർ. ഡേറ്റേനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ 5
2, 8. ഇതാണ് ഒരു അറേ. ഇതിൽ നമ്മൾ ഡേറ്റ അറേഞ്ച് ചെയ്യണം. ആദ്യം അപ്പോൾ എന്ത് വരും? അസെൻഡിങ്ങിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ 2, 5, 8 ഇത്രയേ ഉള്ളൂ. ഇതാണ് സിംപ്ലി സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് സോർട്ടിംഗ് ആണ് ഉള്ളത്. എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് സോർട്ടിങ്ങിൽ സെലക്ഷൻ സോർട്ട് ഉണ്ട്, ഇൻസേർഷൻ സോർട്ട് ഉണ്ട്, ക്വിക്ക് സോർട്ട് ഉണ്ട്, മെർജ് സോർട്ട് ഉണ്ട്, ഹീപ്പ് സോർട്ട് ഉണ്ട്. ഇത്രയും ടൈപ്സ് സോർട്ടിംഗ് ആണുള്ളത്. അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഫാസ്റ്റസ്റ്റ് സോർട്ടിംഗ് എന്നുള്ളത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, ഹീപ്പ് സോർട്ട് ഇത് മൂന്നും ഫാസ്റ്റാണ്. ഇതിൻ്റെ മൂന്നിൻ്റെയും ആവറേജ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് O ഓഫ് n log n ആണ്. പിന്നെ ഇതിൽ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ക്വിക്ക് സോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫാസ്റ്ററാണ്. അതായത് അതിൽ ബെറ്റർ ക്യാഷ് പെർഫോമൻസ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഓവർ ഹെഡേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻ പ്രാക്ടീസ് ക്വിക്ക് സോർട്ടാണ് കൂടുതൽ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മെർജ് സോർട്ടിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ അത് സ്റ്റേബിളും ആണ്, പ്രെഡിക്റ്റബിളും ആണ്, പക്ഷേ എക്സ്ട്രാ മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. ഇനി ഹീപ്പ് സോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ഗുഡ് വെസ്റ്റ് കേസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ റിയൽ യൂസിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അത് ക്വിക്ക് സോർട്ടിനേക്കാളും സ്ലോവറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സോർട്ടിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് സോർട്ടാണെന്ന് പറയാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹാഷിംഗ്. ഹാഷിംഗ് എന്ന് പറയുന്നത് മാപ്പിംഗ് ഡേറ്റ ടു ഇൻഡെക്സ്. അതാണ് ഹാഷിംഗ് എന്ന് പറയുന്നത്. ഡേറ്റേനെ ഇൻഡെക്സ് നമ്പറിലോട്ട് മാപ്പ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ റോൾ നമ്പർ എന്നുള്ളത് ഇൻഡെക്സ് ഇൻ അറേയിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കില്ലേ, ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കൊളീഷൻ എന്നുള്ളത്. കൊളീഷൻ എന്ന് പറഞ്ഞാൽ 2 keys സെയിം ഇൻഡെക്സ്. അതായത് 2 keys സെയിം ഇൻഡെക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്, കൊളീഷൻ ഉണ്ടാവുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ഹാഷ് ഓഫ് 10 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇൻഡെക്സാണ് യൂസ് ചെയ്യണത്. അതേപോലെ തന്നെയാണ് ഹാഷ് ഓഫ് 20 എന്ന് പറയുന്നതും 2 എന്ന് പറയുന്ന ഇൻഡെക്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് 2 keys സെയിം ഇൻഡെക്സ് യൂസ് ചെയ്തില്ലേ, ഈ കേസിൽ ഉണ്ടാവുന്നതാണ് കൊളീഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്താണ് കൊളീഷൻ എന്ന് മനസ്സിലാക്കിയില്ലേ. ഇനി എന്തൊക്കെയാണ് കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് എന്ന് നോക്കാം. കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സെപ്പറേറ്റ് ചെയിനിങ് വരുന്നുണ്ട്, ലീനിയർ പ്രോബിംഗ് ഒരു കൊളീഷൻ റെസൊല്യൂഷൻ ടെക്നിക്കാണ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ് ഉണ്ട്, ഡബിൾ ഹാഷിംഗ് ഉണ്ട്, സെപ്പറേറ്റ് ചെയിനിങ് ഉണ്ട്, അതേപോലെ തന്നെ ഓപ്പൺ അഡ്രസ്സിംഗ് ഉണ്ട്. ഇതിൽ നമുക്ക് ഓപ്പൺ അഡ്രസ്സിങ്ങും സെപ്പറേറ്റ് ചെയിനിങ്ങും എന്താണെന്ന് സിംപ്ലി പറയാം. അതായത് സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളവിടെ ലിങ്ക് ലിസ്റ്റാണ് യൂസ് ചെയ്യണത്. എന്നാൽ ഓപ്പൺ അഡ്രസ്സിങ്ങിൽ നമ്മൾ ഒരു എക്സ്ട്രാ മെമ്മറിയും യൂസ് ചെയ്യുന്നില്ല. ഇനി ചെയിനിങ്ങിൽ സെയിം ഇൻഡെക്സ് ആണ് മെനി വാല്യൂസിന് സ്റ്റോർ ചെയ്യുന്നത്. അതായത് സെയിം ഇൻഡെക്സ് കുറേ വാല്യൂസിന് സ്റ്റോർ ചെയ്യും. പക്ഷേ ഓപ്പൺ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഒരു ഇൻഡെക്സ് മാത്രം, അങ്ങനെയാണ് ഓപ്പൺ അഡ്രസ്സിങ്ങിൽ വരുന്നത്. ചെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൊളീഷൻ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഓപ്പൺ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എംപ്റ്റി സ്ലോട്ട് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് അവിടെ വരുന്നൊരു കാര്യം. സിംപ്ലി പറയുകയാണെങ്കിൽ ചെയിനിങ്ങിൽ നമ്മൾ വാല്യൂസിനെ ചെയിൻ ചെയ്ത് വയ്ക്കുക, ലിങ്ക് ദം ടുഗെദർ. ഓപ്പൺ അഡ്രസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പൺ ന്യൂ പ്ലേസസ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സെർച്ചിങ്ങും സോർട്ടിങ്ങും അൽഗോരിതത്തിൻ്റെ ബെസ്റ്റ് കേസ്, ആവറേജ് കേസ്, വെസ്റ്റ് കേസ്, കോംപ്ലക്സിറ്റി ഇത് മൂന്നും കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി വെച്ചിരിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വെസ്റ്റ് സ്പേസ് കോംപ്ലക്സിറ്റിയും കൂടെ വെച്ചിട്ടുണ്ട്, ഇതും കൂടെ നോക്കുക. ഇത്രേ ഉള്ളൂ കംപ്ലീറ്റ്ലി ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈവ ക്വസ്റ്റ്യൻസ്. ഇത് ഞാൻ KTU 2019 സ്കീം ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുമാണ് ഈ വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 5 മൊഡ്യൂൾസും കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് CCV എക്സാമിനും അതേപോലെ തന്നെ CCW എക്സാമിനും നമുക്കിത് ഹെൽപ്ഫുള്ളായിരിക്കും. അതുമാത്രമല്ല അല്ലാതെ ഉള്ള ആൾക്കാർക്കും ഡേറ്റ സ്ട്രക്ചേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ.